പ്രശസ്ത ഹിന്ദി നടൻ അൽകുൽത്ത് കുൽക്കർണി തന്നെ ചുംബിക്കാൻ ശ്രമിച്ചുവെന്ന് നടി കുങ്കി മേത്ത ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതേസമയം തമിഴ് സിനിമാ ലോകത്തെ പ്രശസ്ത സംഗീത സംവിധായകൻ ദൊരൈപാണ്ടി തനിക്ക് നിരന്തരം അശ്ലീല മെസ്സേജുകൾ അയച്ചിരുന്നുവെന്ന് ഗായിക അലമേലുവും ഫേസ്ബുക്കിൽ കുറിച്ചു. മനസ്സിലായില്ലേ? അത് മറ്റേ സുഗതനാസാമി. എന്താ വിഷയം? പ്രശ്നമുണ്ടാ. ഇതോടൊപ്പം തന്നെ കേരളത്തിലും നിരവധി മീറ്റു വെളിപ്പെടുത്തലുകൾ. ഒരു പ്രമുഖ നടൻ രാത്രി മുഴുവൻ തന്റെ കഥകിൽ മാന്തുകയും ജനൽ വഴി കമ്പിട്ട് കുത്തുകയും ചെയ്തതിനാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പ്രശസ്ത നടി പഞ്ചാരക്കുന്ന് പവിഴം പറഞ്ഞു. ഇത് സ്ത്രീ മുന്നേറ്റത്തിന്റെ സമത്വത്തിന്റെ കാലം. കൂടുതൽ സ്ത്രീകൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ റിപ്പോർട്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത, മുതിർന്ന പത്രപ്രവർത്തകൻ ആലപ്പുഴ സുമേഷ് കുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. 20 വർഷം മുമ്പ് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന പത്രപ്രവർത്തകയായ മലപ്പുറം ശാന്തയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് പുറത്താക്കൽ. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നെനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. ഇതിലും വലിയ തെറ്റുന്ന ആൾക്കാർ വേറെ ഉണ്ട്. ജനങ്ങൾ ആരാധനയോടെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കഥയുടെ അവസാനവും അഴിഞ്ഞു വീഴുന്നത് സമൂഹത്തിലെ മാന്യന്മാരുടെ മുഖംമൂടികളാണ്. ഇത് സിനിമാ കഥയോ ജീവിതമോ? അവാർഡ് കിട്ടിയ മനുഷ്യനാണത്. എന്തൊക്കെയാണ് ഇവളുമാര് വന്ന് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവണം. വെറുതെ ഓഡീഷനാന്ന് പറഞ്ഞിട്ട് ഇങ്ങ് കെട്ടി എഴുന്നള്ളിച്ച് പോരുവാണ്. ഒരെണ്ണം നമുക്ക് സിനിമയ്ക്ക് പറ്റിയതുണ്ടോ? നമ്മുടെ ക്യാരക്ടറിന് പറ്റിയതുണ്ടോ? ഇപ്പൊ അവസാനം പോയവൾ എന്താ കാണിച്ചത്? അയ്യേ അഭിനയം പോട്ട് സത്യട്ടാ, കാണാനൊരു മിനയില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നായികയായിട്ട് രാജമേ തന്നെ വിളിക്കാം. സാറ് അത് ശരിയാവില്ല. സാറേ ഇതൊരു ഫ്രഷ് ഫേസ് തന്നെ വേണം. നമുക്ക് ഫ്രഷ് ആക്കാന്ന്. അതെങ്ങനെയാ? അവരൊരു ഫെമിലിയർ ഫേസ് അല്ലേ, അതെങ്ങനെ ശരിയാവണത്? ഇത് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിൽ കണ്ടിട്ടാണ് സാർ ഇത് എഴുതിയിട്ടുള്ളത്. പ്ലീസ് ഇത് മാറ്റരുത്. അതുമല്ല, ഈ രാജമ്മയ്ക്ക് കുറച്ച് ഏജ് ഫീൽ ചെയ്യും. അതിനെന്താ? അല്ല, എന്റെ കൂടെ അഭിനയിക്കണ്ടല്ലേ? അതിന് മേക്കപ്പ് ഉണ്ടല്ലോ. മേക്കപ്പ് ഉണ്ട്. അതല്ല, പിന്നെ അവസാനത്തെ പടത്തിലേ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായതാണ്. എന്റെ മൊയ്തുണ്ണി, സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ പുറത്ത്, ഇതൊക്കെ എന്തിനാ സിനിമയ്ക്ക് അകത്തേക്ക് വലിച്ചിടുന്നത്? അല്ല, എന്തായാലും നായികയായിട്ട് അഭിനയിക്കണ്ടല്ലേ, അപ്പൊ ഒരു മിങ്കിളെ ഞങ്ങൾ രണ്ടാളും കൂടി എന്തായാലും പറ്റില്ല. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നായകയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് നായകനെ മാറ്റാം. സത്യം സർ, നായകൻ ഞാനല്ലേ, ഞാനത് ഉൾക്കൊണ്ടുപോയി ക്യാരക്ടർ. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നല്ലോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല. അത് വേണ്ടല്ലോ, ശീതളേട്ടന്റെ സ്ക്രിപ്റ്റും സത്യേട്ടന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ ക്യാരക്ടർ എങ്ങനെ ഉണ്ടാവും. ഞാൻ ആഗ്രഹിച്ചു പോയി സത്യേട്ട. എന്റെ മൊയ്തുണ്ണിയെ, ഞാനൊരു 3-4 പടം പിടിച്ച് നിന്നെ നായകനാക്കി, നീ ഇപ്പൊ തിരക്കുള്ള നടനുമായി. എടാ, ഇനി ഞാൻ പടം പിടിക്കുമ്പോ എന്റെ പിന്നാലെ വരണതിന് വേറെ ഒരുപാട് സംവിധായകരുണ്ടല്ലോ, നീ അവരോടൊക്കെ പോയിട്ട് വേഷം ചോദിക്ക്, എന്നിട്ട് അതിൽ അഭിനയിക്ക്. ഇത് ഞാനൊരു പടം പിടിക്കുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിന്നാലെ വന്നോളൂ, ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഇവനെ പറ്റിയ കഥ ഉണ്ടാക്കണം, ഇവനെ വെച്ച സിനിമ ഉണ്ടാക്കണം, നായികനെയും തപ്പണം. എടാ, എനിക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? സത്യം നമുക്കൊരു എത്ര പറഞ്ഞാലും ഒരു നാണം അതും ഇല്ല. പറഞ്ഞ് എനിക്ക് നാണം വരല്ലോ. നമുക്കൊരു ഹിറ്റും കൂടി ഉണ്ടാക്കാലോ. അതിനെന്തിനാ നീ വെറുതെ നിന്റെ സമയം ചെലവാക്കണത്? സത്യം, കഴിഞ്ഞ പടത്തില് പരാമർശം ജൂറിയുടെ. ഒരു നല്ല കാര്യം നടക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാണ് വെറുതെ ജൂറിയുടെ കാര്യം പറഞ്ഞു വിട്ടിരിക്കുന്നത്? ജൂറിയില്ലേ, ജൂറി. കഴിഞ്ഞ പ്രാവശ്യം ജൂറി ഇവന് അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു. ആ അവാർഡ് ജൂറി വേറെ ആർക്ക് കൊടുക്കുന്നത്? അതിനിപ്പോ എന്നെ കാണുമ്പോ ജൂറി ജൂറി എന്നുകൊണ്ട് എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുന്നത്. കാത്തിരിപ്പിലെ ശിവശങ്കരൻ. എന്റെ പടം തന്നെ. നല്ല സ്റ്റോറി ആയിരുന്നല്ലോ സാറേ. വേറെ ആരെങ്കിലും അഭിനയിച്ചിരുന്നെങ്കിൽ അവാർഡ് ഉറപ്പല്ലേ? സത്യം, നമുക്ക് അടുത്താണ് വിളിക്കാം. ആളെ വിളിക്കാം, അതല്ലേ. നെക്സ്റ്റ്